ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർട്ട് മാസ്റ്റർ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിജയ്. അപ്പോൾ നമ്മളിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ചെടിച്ചട്ടികളാണ്. അപ്പോൾ ചെറിയ മോഡൽ ചെടിച്ചട്ടികളാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ സിമെൻറ്റിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചെടിച്ചട്ടികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ച് വരുന്നത്. ഇതിലാണ് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ്. അപ്പോൾ ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ചട്ടികളാണ്. അപ്പോൾ റിലീസാവുന്ന രീതിയിലുള്ള ചട്ടികൾ, അതായത് നമ്മൾ സിമെൻറ്റിൽ ഉണ്ടാക്കിയിട്ട് കമത്തി വെച്ച് കഴിഞ്ഞാൽ തനിയെ ഊരി വീഴും. അതിനായിട്ട് നമ്മൾ കൊട്ടുകയോ തല്ലുകയോ ഒന്നും ചെയ്യണ്ട, തനിയെ ഊരി വീഴും. അപ്പോൾ ആ രീതിയിലുള്ള ഏത് ചട്ടിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നിലധികം ചട്ടി ഒരുമിച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പം. 5 or 10 ചട്ടികൾ നിരത്തി വെച്ച് ഒരേപോലെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതി. അപ്പോൾ ആദ്യം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചട്ടി എടുക്കുക. അതിലേക്ക് എൻജിൻ ഓയിൽ, വണ്ടികളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന യൂസ്ഡ് എൻജിൻ ഓയിൽ, അപ്പോൾ അതാണ് നമ്മൾ ഒരു സ്പോഞ്ച് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നത്. അതിനുശേഷം ഗ്രൗട്ട് കലക്കി കുറുക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ കുറുക്ക് പരുവത്തിലാക്കിയിട്ടാണ് അത് ഇതേ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലായിടത്തും ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൗട്ട് എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൗട്ട് പിടിക്കണില്ലെങ്കിൽ നൈസായിട്ടൊന്ന് സിമെൻറ്റ് പൊടി ഒന്ന് വിതറി കൊടുക്കുക. അതിന് ശേഷം ഗ്രൗട്ട് വെച്ച് എല്ലായിടത്തും പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി എംസാൻഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വേണ്ട എംസാൻഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളൊരു ചട്ടി ഉണ്ടാക്കുമ്പോൾ അതിനൊരു 3/4 ഇഞ്ച് കനം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ആ ചട്ടിക്ക് ഒരു നല്ലൊരു ഉറപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കനത്തിന് വേണ്ട രീതിയിലാണ്, ആ ഒരു അളവിലാണ് നമ്മൾ എംസാൻഡ് സിമെൻറ്റൊക്കെ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഈ ഒരു അളവ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ ആ ഒരു പാത്രത്തിൽ നമ്മൾ എംസാൻഡ് എടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഭാഗത്തോളം സിമെൻറ്റ് എടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം വെള്ളം ചാറി കുഴയ്ക്കുക. അതായത് ഒരു പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ, വല്ലാണ്ട് വെള്ളം കൂടാനും പാടില്ല, വെള്ളം കുറയാനും പാടില്ല, ആ ഒരു രീതിയിലാക്കി എടുക്കുക. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ പരുക്കൻ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നന്നായി തേച്ച് പിടിപ്പിക്കുക. കൊലരിയോ അല്ലെങ്കിൽ കൈക്ക് ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് കൈ കൊണ്ടൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടന്നൊന്നും വീഴില്ല. നല്ല കട്ടിക്ക് നല്ല ഉറപ്പിച്ച് തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് സ്പൂൺ അടിപൊളിയാണ്. അപ്പോൾ സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ചില്ലിൻ്റെ കുപ്പിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നന്നായി അമർത്തി ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് റെക്ടൂളിൻ്റെ കുപ്പിയോ ചില്ലിൻ്റെ കുപ്പി, എന്ത് കുപ്പി ആയിക്കോട്ടെ, ആ ഒരു കുപ്പി വെച്ചിട്ട് നമുക്ക് വേണ്ട ഡിസൈൻ അമർത്തി നമുക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ.
ഒരു ദിവസം നന്നായി ഉണങ്ങാനായിട്ട് വെക്കുക. പിറ്റേ ദിവസം അതെടുത്ത് കമത്തി വെക്കുക. അപ്പോൾ തനിയെ അങ്ങോട്ട് ഊരി വീണോളും. അതിനുശേഷം വെള്ളത്തിൽ മുക്കി വയ്ക്കുക. 1-2 ദിവസം വെള്ളത്തിൽ മുക്കി വയ്ക്കുക. വെള്ളത്തിൽ മുക്കി വയ്ക്കുമ്പോഴാണ് നല്ല രീതിയിലുള്ള ഉറപ്പ് ചെടിച്ചട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ എമൽഷൻ അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കോട്ട് വൈറ്റ് സിമെൻ്റാണ് ആദ്യം അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് എമൽഷൻ അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എമൽഷനാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ വാട്ടർ ബേസാണ്. അപ്പോൾ പെയിൻറ്റിൽ നമുക്ക് 1 ലിറ്റർ പെയിൻറ്റിൽ നമുക്ക് 1/2 ലിറ്ററോളം വെള്ളം ഒഴിക്കാം. അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് വെള്ളവും ചേർത്ത് ബ്രഷിന് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനേക്കാൾ മികച്ച മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു.